നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിനെ ഒരാളിനെ പരീക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഭരണവിരുദ്ധ വികാരം നന്നായുണ്ട്. അത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റിയില്ല? നമ്മുടെ ഭരണകൂടത്തിന് പറ്റിയില്ല. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയമാണെന്ന് എന്തേ പറയാൻ പറ്റത്തില്ല എന്നൊരു വൈരുദ്ധ്യമാണ്. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അൻവറിനെ കൊണ്ട് LDF ലീഡ് ചെയ്യിച്ചു. അൻവറിൻ്റെ ഒരു പിന്തുണയും കൂടി കോൺഗ്രസിന് കിട്ടിയിരുന്നു. BJP ഒരു ഫാക്ടറല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തെല്ലാം പറയുമ്പോഴും ഭരണവിരുദ്ധമായൊരു വികാരം കിടപ്പുണ്ട്. ആശാസമരം ചെറുതായാലും സ്ത്രീകൾ നടത്തുന്നൊരു സമരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു വൈകാരികത കേരളത്തിലാകെ ഉണ്ട്. പിന്നെ ഇലക്ഷന് 3 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ ഉള്ളപ്പോഴാണ് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തും CPM-ഉം RSS-ഉമായി ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഗോവിന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇത് വീണുപോയത്. അതൊരു പക്വത കുറവുണ്ട്. P. ഗോവിന്ദപിള്ള രണ്ടാമത് ആലോചിച്ച് പോലുമില്ല. ഞാൻ EMS-ആയിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഒന്ന് ആലോചിക്കേണ്ടതെന്ന് പോലും പറഞ്ഞില്ല. അല്ലെങ്കിൽ പിണറായിട്ട് ആലോചിക്കണമെന്ന് പോലും പറഞ്ഞില്ല. വോട്ടല്ലേ തന്നോളൂ എന്ന് പറഞ്ഞു. ഈ ആർക്കൈവിൽ കിടക്കുന്ന ചരിത്രത്തിൽ കിടക്കുന്ന കാര്യങ്ങളെ ഇല്ല എന്ന് ഉണ്ടെന്നും പറഞ്ഞ് ഗോവിന്ദനും പിണറായിയെ കൂടെ വന്ന് പറഞ്ഞാലൊന്നും ഇത് നിൽക്കില്ല. കേരളത്തിൽ വനം മന്ത്രിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം വാതുറന്നാൽ അബദ്ധങ്ങൾ ഒരുപാട് പറയും.